ഹായ് ഹലോ വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ജസ്റ്റ് ഉടനെ തന്നെ ഞാൻ ലോങ് വീഡിയോസ് അവോയ്ഡ് ചെയ്താണ്. എല്ലാവരും തിരക്കിലാണ് എന്നറിയാം. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇതായിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസിൽ ചെയ്യാമെന്ന് വെച്ചാൽ ബോറടിക്കും ചെയ്യില്ല, നിങ്ങൾക്ക് ടൈമും ഇല്ലല്ലോ, എല്ലാവരും ബിസിയുമാണ് എന്നുള്ളതാണ്. സോ വൈകിക്കുന്നില്ല, ഞാൻ ഇതേ പ്ലേലിസ്റ്റിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇൻകം ടാക്സ് എന്നുള്ളതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ടേംസിനെ ഒന്ന് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുക നിങ്ങളുടെ ഉള്ളിലേക്ക്. അതിങ്ങനെ വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒരു പ്രൊഫഷൻ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ ചെയ്യട്ടെ, നിങ്ങളുടെ ITR നിങ്ങളുടെ റിട്ടേണും ഒക്കെ ചെയ്തോട്ടെ. പക്ഷെ ചെയ്തത് ITR കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഈസിനെസ് ഫീൽ ചെയ്യണം. പലർക്കും അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടാക്സ് അടയ്ക്കാൻ വിഷമം വിചാരിക്കേണ്ട. ഇൻകം ജനറേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ മാത്രമേ ഗവൺമെൻറ് വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ ഒരു പ്രോഡക്റ്റായിട്ട് കയ്യിൽ കിട്ടണില്ല, നമുക്കതൊരു സർവീസസ് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് നമ്മുടെ റിട്ടേൺ ഒക്കെ എടുത്ത് നോക്കിയാൽ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ITR റിട്ടേൺ ഒന്ന് മെയിലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് എടുത്ത് നോക്കണേ. നമുക്ക് 5 കാറ്റഗറിയാണ് ഉള്ളത് ഇൻകം. നമ്മൾ പറഞ്ഞു ഇൻകത്തിൻ്റെ മുകളിലേ ടാക്സ് വാങ്ങിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ലേ. സോ 5 അപ്പോൾ എന്തൊക്കെ ഇൻകം ഉണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 5 ഹെഡ്സ് ഓഫ് കാറ്റഗറീസ് ആണ് കേട്ടോ ഇൻകം ടാക്സ് ആക്റ്റിലുള്ളത്. അത് പഴയ ആക്റ്റിലും അത് പുതിയ ആക്റ്റിലും അതാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. 5 ഹെഡ്സ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. ഇൻകം ഫ്രം സാലറി ഈ ഹെഡിൽ നമുക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു കൊല്ലം വരുന്ന ഏത് തരത്തിലുള്ള ഇൻകം ആണെങ്കിലും അത് ഈ പറഞ്ഞ വലയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. നമ്മൾക്ക് അത് മനസ്സിലാക്കാം. സാലറി ഹെഡിൽ ഇൻകം വരണമെങ്കിൽ നമുക്ക് ആ കിട്ടിയ ഇൻകം ഉണ്ടല്ലോ, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും ഒരു 90,000 റുപ്പീസ് വരുന്നുണ്ട് എന്ന് വെച്ചോളൂ, ഫ്രം ദ സെയിം പേഴ്സൺ. അപ്പോൾ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ദർ ഈസ് എൻ എംപ്ലോയർ കോൺട്രാക്ട്. ഒരു എംപ്ലോയി കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ എല്ലാ മാസവും കിട്ടുന്ന ഒരു ഇൻകമാണ് സാലറി ഇൻകമായിട്ട് നമ്മൾ കണക്കാക്കുക. നിർബന്ധമാണത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നതാണ്. അപ്പോൾ കോൺട്രാക്റ്റൊക്കെ ആയിരിക്കാം. സോ യെസ്, ഇറ്റ്സ് എന്ത് ഇൻകമാണ്, സാലറി ഇൻകം തന്നെയാണ് അത്. ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ശമ്പളം. ഞാനൊരു കാര്യം പറയട്ടെ. എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ MLA ആൻഡ് MP കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവർക്ക് സാലറി കിട്ടുന്നുണ്ട് അല്ലേ, ഗവൺമെൻറ് കയ്യിൽ നിന്ന് അവർക്ക് മാസം എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. പലതരം അലവൻസസ്, സിറ്റിംഗ് അലവൻസസ് എന്നൊക്കെ പറഞ്ഞ് കുറേ അലവൻസസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഇൻകം എല്ലാ മാസമാണ് കിട്ടുന്നത്. ഇത് ഇൻകം ഫ്രം സാലറിയിലാണോ ടാക്സ് ചെയ്യപ്പെടേണ്ടത്? നമുക്ക് എന്താ തോന്നി, ആണല്ലേ, സാലറി ഗവൺമെൻറ് കൊടുക്കണമല്ലേ? അല്ല, അത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് വരുന്നത്. കാരണം ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്നത് ദർ ഈസ് നോ എംപ്ലോയി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദി MP or MLA. ഗവൺമെൻറ്റും അവരും തമ്മിൽ എംപ്ലോയർ റിലേഷൻഷിപ്പില്ല. ഹീ ഈസ് ഓൺലി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി പീപ്പിൾ. അത് ഒരു കോൺട്രാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ ഇൻകവും സാലറിയിലല്ല അത് ടാക്സ് ചെയ്യപ്പെടുന്നത്, അതർ സോഴ്സസിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ടാക്സ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു ഡോക്ടർ വെച്ചോളൂ, ഒരു പ്രൈവറ്റ് ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഇതിൽ പോകുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർക്ക് എല്ലാ മാസവും അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട് എന്ന് വെച്ചോളൂ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട്. ഈസ് ഓൾസോ ഗെറ്റിംഗ് ഇൻകം. 2 ഹെഡ് ഇൻകമാണ് സത്യത്തിൽ ഈ ഡോക്ടർക്ക് കിട്ടുന്നത്. ഒന്ന് സാലറി, അത് എവിടുന്ന് കിട്ടുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ മാസവും, ബിക്കോസ് ദർ ഈസ് എൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഡോക്ടർക്ക് പ്രൈവറ്റ് പ്രാക്ടീസിന് കിട്ടിയല്ലോ, വീട്ടിലിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഇൻകം അത് ഏതിൽ വരും, പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് അത് വരിക. ക്ലിയർ? അപ്പോൾ എംപ്ലോയി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് ഹെഡിൽ വരുള്ളൂ, സാലറി ഇൻകത്തിൽ വരുള്ളൂ. ഇനി സെക്കൻഡ് ഇൻകമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. അതിൽ റെൻ്റൽ ഇൻകമാണ്. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നമുക്ക് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, അത് നമ്മൾ ആർക്കെങ്കിലും വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇങ്ങനത്തെ റെൻ്റൽ ഇൻകമാണ് ഏതിൽ വരുന്നത്, ഹൗസ് പ്രോപ്പർട്ടിയിലാണ് അത് വരിക എന്നുള്ളതാണ്. സോ ബിൽഡിംഗ് ഒക്കെ ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻകം. അതും 2 തരം ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ താമസിക്കുന്ന വീടിനെ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്നാണ് ഇൻകം ടാക്സുകാർ പറയുക.
അതേസമയം നമ്മൾ വാടകയ്ക്ക് കൊടുത്ത വീടിനെ ലെറ്റ് ഔട്ട് എന്ന് പറയും. നമ്മൾ താമസിക്കുന്ന ഇപ്പം നമുക്കൊരു 4 വീടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നമുക്ക് 2 വീടിനെ സെലക്ട് ചെയ്തിട്ട് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് വെക്കാം, നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതേസമയം മറ്റത് നമ്മൾ ലെറ്റ് ഔട്ടായിട്ടൊക്കെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യും. അതൊക്കെ നമുക്ക് പിന്നെ പോകാം, അതിൻ്റെ ഡെപ്തിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണ്ട, ടേംസ് മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഇൻകമാണ് ഇൻകം ഫ്രം ബിസിനസ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. PGBP എന്നൊക്കെയാണ് ഷോർട്ട് ഫോം ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറയാം. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ഞാൻ നേരത്തെ ഡോക്ടറുടെ കാര്യം പറഞ്ഞില്ലേ, ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് സാലറി ഇൻകമാണ്. അതേസമയം പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി വാങ്ങിക്കുന്നത് പ്രൊഫഷണൽ ഇൻകമാണ്. ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ബൈഫർക്കേഷനൊക്കെ ടാക്സിലെല്ലാം ഭംഗിയായിട്ട് ബിസിനസ് എന്താ പ്രൊഫഷൻ എന്താ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട്. കാരണം കാൽക്കുലേഷൻസിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പ്രൊഫഷനായാലും ബിസിനസ്സായാലും. എവിടെയാണോ, ജസ്റ്റ് ഞാൻ പറയുന്നു, എവിടെയാണോ നമ്മുടെ സ്കില്ല് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയും. ഇപ്പോൾ ഒരു ഡോക്ടർ, ടേക്ക് എക്സാമ്പിൾ ഓഫ് എ സർജൻ. ഒരു സർജൻ അവർ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, പക്ഷെ ആ ജോലി ചെയ്യണമെങ്കിൽ അവർ സ്കില്ല് അപ്ലൈ ചെയ്യണം. എല്ലാ ഡോക്ടർമാരും ഒരുപോലെയല്ല അവരവരുടെ വർക്ക് ചെയ്യുന്നത്, അവരവരൊരു സ്കില്ല് അതിലെന്ത് ചെയ്യും. സോ അവിടെ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ടീച്ചേഴ്സ്, എല്ലാ ടീച്ചേഴ്സും ഒരുപോലെയല്ല, അവർ പഠിച്ചതൊക്കെ ഒന്നും ഒരേ ക്ലാസ്സുമായിരിക്കാം എടുക്കുന്നത്, സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. സോ ദേ ആർ ഡൂയിങ് എ പ്രൊഫഷൻ. ആർക്കിടെക്ട്സ്, അവരുടെ വർക്കൊക്കെ പ്രൊഫഷണലാണ്. അതേസമയം നമ്മളൊരു ഓൺട്രപ്രനോറിയൽ സ്കിൽ ബിസിനസ്സാണ് ഇട്ടതെന്ന് വിചാരിച്ചോളൂ, അത് ബിസിനസ് ഇൻകമാണ്. ദാറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി അവിടെ ചെയ്യുന്നുണ്ട്, ബൈയിങ് ആൻഡ് സെല്ലിങ്, അത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, അത് ബിസിനസ്സാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. ബിസിനസ്സിനോ പ്രൊഫഷനോ കിട്ടുന്ന ഇൻകമാണ് തേർഡ് കാറ്റഗറിയിലാണ് അതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നതിനെ പറയും. നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ് ഉണ്ടാവാം നമ്മുടെ കയ്യിൽ, ഷെയർസ്, അതേപോലെ തന്നെ ജ്വല്ലറി, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിൻ്റെ മുകളിൽ അടയ്ക്കുന്നത് ഏത് ഹെഡിലാണ്? ക്യാപിറ്റൽ ഗെയിനിലാണ് നമ്മൾ അത് അടയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. വിറ്റ വിലയ്ക്കല്ല നമ്മൾ ടാക്സ് കൊടുക്കുന്ന, വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില മൈനസ് ചെയ്ത് ബ്രോക്കർക്ക് കൊടുക്കുന്ന പൈസയും കൂടി മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് നിങ്ങൾ എന്ത് അടച്ചാൽ മതി? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടച്ചാൽ മതി, ഇൻകത്തിന് അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡ്. അതിപ്പോൾ എല്ലാ കൊല്ലവും ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ കൊല്ലവും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവില്ല. അത് നമ്മൾ ഇന്നൊരു പ്രോപ്പർട്ടി വിറ്റാൽ പിന്നെ ചിലപ്പോൾ അടുത്ത പ്രോപ്പർട്ടിയൊക്കെ പോണത് 3. അപ്പോൾ അത് സാലറി ഒന്നും അങ്ങനെ ആവില്ല, എല്ലാ വർഷവും ITR ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഏത് വർഷമാണോ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടുള്ള ആ വർഷങ്ങളിലൊക്കെയാണ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു കാര്യം എന്നുള്ളതാണ്. എൻ്റെ ലാസ്റ്റ് ഹെഡ്, അതിന് റെസീഡ്വൽ ഹെഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് ഈ 4ലും പെട്ടില്ല. പിന്നെ അപ്പോൾ എന്ത് ചെയ്യും? അതിനെ പിടിച്ച് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഇൻകം ഉണ്ടോ? സാലറി അല്ല, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല, ബിസിനസ് ഇല്ല, ക്യാപിറ്റൽ ഗെയിനും ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻകം നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ വരുന്നുണ്ടോ? ഉണ്ടല്ലേ, ഇൻട്രസ്റ്റ്. യെസ്, നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, നമുക്ക് ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻഡ്, മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻകം, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാം പുസ്തകമൊക്കെ എഴുതി റോയൽറ്റി ഇൻകം, നമുക്ക് എന്തെങ്കിലും പ്രൈസ് മണി കിട്ടി, അതൊക്കെ നമ്മൾ ഏതിലാണ്? അതർ സോഴ്സസിലാണ് വരിക. ബെറ്റിംഗ്, ഗാംബ്ലിങ്, ഇതിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതൊക്കെ അതർ സോഴ്സസിലാണ് വരിക. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളുടെ അവിടെ ഇപ്പോൾ ഒരു പൂജാരി, അദ്ദേഹത്തിന് അമ്പലത്തിൽ നിന്ന്, ദേവസ്വം എന്നാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് അമ്പലമാണെന്ന് വിചാരിച്ചോളൂ, അമ്പലത്തിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ടാവും അല്ലേ? അത് ഏതിൽ പോവും? ഇൻകം ഫ്രം സാലറിയിൽ പോവും. നല്ല ഇത് ചെയ്യുന്ന ഒരു ഇതാണ്, ചാൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ വിളിക്കുകയാണ്, ഒരു വീടിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിനോ ഒക്കെ വന്നിട്ട് നമ്മളെ വന്നിട്ട് പൂജയൊന്ന് ചെയ്തു തരണം എന്ന് നമ്മൾ വിളിക്കുന്നു. അതിരാവിലെ വരുന്നു, നമുക്ക് ഗണപതി ഹോമമൊക്കെ ചെയ്തു തരുന്നു. നമുക്കപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നു. എന്ത് ഇൻകമാണ്? പ്രൊഫഷണൽ ഇൻകമാണ്. കാരണം ആ സ്കില്ല് ഉപയോഗിച്ചില്ലേ, അപ്പോൾ അത് പ്രൊഫഷണൽ ഇൻകം. അത് കഴിഞ്ഞു, അത് പൈസ കൊടുത്തു. അതിന് പുറമേ നമ്മൾ കൊടുക്കില്ലേ, ദക്ഷിണയായിട്ട് നമ്മൾ കൊടുക്കില്ലേ, സന്തോഷം കൊണ്ട്
നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കും. അവർ ചോദിക്കാറൊന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടാണ്. അതേതിലാണ് വരിക? അത് അതർ സോഴ്സസിലാണ് വരിക. ഭംഗിയായില്ലേ? അത് ഒരു രസം മനസ്സിലായോ അതിൻ്റെ? അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ ആ 4 പെടാത്ത കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? അതർ സോഴ്സസിൽ വരുന്നത്. ഒരു ലോട്ടറി അടിച്ചു, ഏതിൽ വരും? അതർ സോഴ്സസിൽ വരും. പെൻഷൻ ഏതിലാണ് വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പറയൂ പെട്ടെന്ന്, ഏതിൽ വരും പെൻഷൻ? സാലറി ഇൻകം. കാരണം അത് കിട്ടാനുള്ള കാരണം എന്താ? ആരാ തരുന്നത്? എംപ്ലോയർ അല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ അത് ഏതിലാണ് വരിക? സാലറി ഇൻകം. ഫാമിലി പെൻഷനോ? ഫാമിലി പെൻഷൻ ഏതിലാണ് വരിക? ആ ഫാമിലി, ആ മേടിച്ച ആളും ആ തരുന്ന ആളും തമ്മിൽ എംപ്ലോയർ ഇല്ല, നോ. അപ്പോൾ അത് ഏതിലാണ് വരുന്നത്? അത് അതർ സോഴ്സസിലാണ് വരുന്നത്. കണ്ടു അതിൻ്റെ ഒരു ഭംഗി? അതാണ് ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ കണ്ടുമ്പോൾ വളരെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ 5 ഹെഡ്സ്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്. ഒന്ന് ITR ഫോം ഒന്ന് എടുത്തിട്ട് നോക്കി നോക്കൂ, നിങ്ങൾക്ക് ഏതൊക്കെ ഹെഡിൽ ടാക്സ് ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ടാക്സ് ഉണ്ടായിരുന്നു എന്ന് ഒന്ന് നോക്കി നോക്കൂ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും. എന്നിട്ടൊരു സന്തോഷത്തോടെ എനിക്കിതിൽ ഇത്ര ഉണ്ടല്ലേ ഇൻകം എന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. സോ എന്നും പറയണ പോലെ തന്നെയാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഇപ്പോഴും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദി ബെൽ ബട്ടൺ. എന്നാൽ മാത്രമാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സപ്പോർട്ട് മീ. താങ്ക് യു.